ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് വ്യാപാര സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും വീടുകളിലും മോഷണശ്രമം. 2 ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നിട്ടുണ്ട്. കണിയമ്പുറം തെരുവിലെ വീടുകൾക്കുള്ളിൽ മോഷണശ്രമം നടന്നെങ്കിലും വിലപിടിപ്പുള്ള ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പാലക്കാട് കണ്ണിയമ്പുറം തെരുവിലെ മുനിയപ്പൻ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് 5000 രൂപയോളം മോഷ്ടാക്കൾ കൈക്കലാക്കി. തെരുവിലേക്ക് പോകുന്ന വഴിയിലുള്ള ഗുരുമൂർത്തി ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിന്ന് 3000 രൂപയും കവർന്നു. തെരുവിനുള്ളിലെ 4ഓളം വീടുകളിലും മാരിയമ്മൻ കോവിലിലും കയറാൻ ശ്രമം നടത്തിയെങ്കിലും ആളുകൾ ശബ്ദം കേട്ടുണർന്നതോടെ മോഷ്ടാക്കൾ കടന്നുകളഞ്ഞു. ഞങ്ങൾ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ അനിയും വന്നിട്ട് ലൈറ്റൊക്കെ ഇട്ട് നോക്കുമ്പോഴേക്കും ആളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പാലക്കാട് കുളപ്പുള്ളി പാതയിലുള്ള ഒറ്റപ്പാലം കണ്ണിയമ്പുറത്തെ ഗോൾഡൻ പെയിന്റ്സ് എന്ന സ്ഥാപനത്തിലും അതേ കെട്ടിടത്തിന് മുകളിലെ അമൃത് ഫുഡ് പ്രൊഡക്റ്റ് എന്ന സ്ഥാപനത്തിലും മോഷണം നടന്നിട്ടുണ്ട്. പൂട്ട് തകർത്ത് ഉള്ളിൽ കടന്ന മോഷ്ടാക്കൾ പെയിന്റ് കടയിലെ മേശവലിപ്പിലുണ്ടായിരുന്ന 4000 രൂപയും CCTV DVR-ഉം 3 പെൻഡ്രൈവുകളും മോഷ്ടിച്ചു. സ്ഥാപനത്തിലെ CCTV ക്യാമറകളിൽ ചിലത് നശിപ്പിച്ച നിലയിലാണ്. ഷട്ടറുകളെല്ലാം പൊളിച്ച രീതിയിലായിരുന്നു. കൂട്ടുകളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂട്ടുകളൊക്കെ പൊളിച്ച് കിടക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള സ്റ്റോക്കുകളും ബാക്കിയെല്ലാം പരിശോധിച്ച് വരികയാണ്. പോലീസിന് നമ്മൾ ഓൾറെഡി ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലും ഷോപ്പുകളിലും എല്ലാം വീടുകളിലെല്ലാം കയറിയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അമൃത് ഫുഡ് പ്രൊഡക്റ്റ് എന്ന സ്ഥാപനത്തിനുള്ളിലെ മേശവലിപ്പിൽ സൂക്ഷിച്ച മൊബൈൽ ടാബാണ് നഷ്ടപ്പെട്ടത്. തൊട്ടപ്പുറത്തെ ഇരുചക്രവാഹന ഷോറൂമിലും പൂട്ട് തകർത്ത് മോഷണ ശ്രമം നടത്തി. ബൈക്കിലെത്തിയ 2 പേരടങ്ങിയ സംഘമാണ് മോഷണം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. കവർച്ചാ സംഘത്തെ എത്രയും പെട്ടെന്ന് വലയിലാക്കാനുള്ള ശ്രമത്തിലാണ് ഒറ്റപ്പാലം പോലീസ്. ന്യൂസ് മലയാളം, പാലക്കാട്.